സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം ഒത്തിരിയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാം ഒന്നും പറഞ്ഞു തീർക്കാൻ നമ്മുടെ ഈ ചെറിയ ടോപ്പിക്കിൽ സാധിക്കില്ല. ഒത്തിരി കാര്യങ്ങൾ രണ്ടുപേർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചാൽ അത് സാധിച്ചു തരും. കാരണം ഞാനുണ്ട് അവിടെ എൻ്റെ നാമത്തിൽ. അങ്ങനെയൊക്കെയുള്ള കാര്യം വിശദീകരിക്കാനുണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ആ ഒരു മെസ്സേജാണ്. ഒരു കറക്ഷൻ പറയുന്നതാണ് എപ്പോഴും പറയുന്നത്. ഒരാളുടെ മുമ്പിൽ വെച്ച് നീ ഒരാളെ കറക്റ്റ് ചെയ്യരുത്, നീ ആ വ്യക്തിയുമായിട്ട് തന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അങ്ങനെയൊക്കെ വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. കാരണം ഒരാളുടെ മുമ്പിലും കറക്റ്റ് ചെയ്യുമ്പോൾ മറ്റൊരാൾ വേദനിക്കപ്പെടാനായിട്ട് ഇടയാകരുത്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോവുക. അതോടൊപ്പം തന്നെ നമുക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ, പരിശുദ്ധാത്മാവ് ദൈവഹിതം അനുസരിച്ചാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. ഒത്തിരി കാര്യങ്ങളുണ്ട്. റോമർ ലേഖനം 8-ാമത്തെ അധ്യായം വായിച്ചാൽ അതൊക്കെ കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആത്മാവിനോട് ചേർന്ന്, ആത്മാവേ എനിക്ക് ആവശ്യമുള്ളത് നീ മേടിച്ചു തരണം, നീ പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കാരണം ഈശോ ആത്മാവിൻ്റെ ഇംഗിതം ശ്രവിക്കുന്നു. അതിനുള്ള കൃപാവരം ലഭിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.